അപ്പോൾ ഗൈസ് നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുകയാണ് മറ്റൊരു ഫ്രീ ഫയർ കണ്ടന്റുമായിട്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ടീമിൻ്റെ കൂടെ കളിച്ചു. നെറ്റുണ്ട് കളിയിലിടയ്ക്ക് ഇറങ്ങിപ്പോകുന്ന ചില ടീംമേറ്റ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതുപോലത്തെ ഒരു ടീംമേറ്റ് ആയിരുന്നു ഇത്. ഏതായാലും ഞാൻ അവനെ സർവൈവിന് ഇട്ടിട്ട് ഞാൻ പീക്കിലാണ് ചാടിയത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നേരെ മാസം അടിക്കാൻ വേണ്ടി പീക്കിലോട്ട് ചാടിയിട്ടുണ്ട്. നമ്മുടെ ടീമാണ് ഷിപ്പ്യാർഡിലെങ്ങാണ്ടാണ്. അവൻ പോയിനെടുത്ത് നമ്മളെ പൊക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പീക്ക് ധൈര്യമായിട്ട് ചാടുന്നത്. അപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്, ഹെഡ്സപ്പ് എനിമി ട്രോപ്പിക് ക്ലോസ്. ഇത് എനിമി അടുത്തുണ്ടെന്നുള്ള മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങിയപ്പോഴേ MP5 1 ചിപ്പ് കിട്ടി. അത് കഴിഞ്ഞ് കിങ് ഫിഷർ കിട്ടി. രണ്ടും ഉപകാരമില്ലാത്ത കണ്ണാണ്. ഇവിടുന്ന് തിരിച്ച് വലിയണോ എന്ന് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ MP40 സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ MP40 എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു എനിമീനെ കണ്ടു. ആ എനിമിക്ക് നമ്മൾ MP40 എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൂവാലിട്ട് ആ എനിമീനെ ജസ്റ്റ് ഒന്ന് നമ്മളൊരു കവർ എടുത്തു എനിമിയിൽ നിന്ന്. അതിന് നമ്മളൊരു ഗ്ലൂ മെൽറ്റർ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ ഗ്ലൂവാൾ തന്നെ അവിടെ മെൽറ്റായി പോയി. അപ്പോഴത്തേക്കും അവർ അപ്പുറത്തോടെ ഒരു കവർ എടുത്തു. അപ്പോൾ ഞാൻ ഓർത്തു അകത്തോട്ട് ഓടാന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു എനിമി നമ്മളൊന്നും നോക്കില്ല, ചാടി MP40 കുത്തിപ്പിടിച്ച് ആ എനിമീനെ നോക്കാക്കിയിട്ടുണ്ട്. ആ കില്ല് പെട്ടെന്ന് മിസ് ചെയ്തില്ല, കില്ല് കുമ്മം പോയതിനെ. അത് ഞാൻ ഇതിൽ ഓടി വന്നപ്പോഴത്തേക്ക് മുമ്പേ അവിടെ ഫൈറ്റ് എടുത്ത പെണ്ണത് ഇവിടെ വന്നു അടി. ഒരു കില്ലെടുത്തെങ്കിലും എൻ്റെ ഒന്ന് കളി പോയി. അപ്പോഴത്തേക്ക് ഇവനോട് കോയിനെടുത്ത് തന്നെ പൊക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ഷിപ്പ്യാർഡിൽ തന്നെ അടിച്ചത്. കാരണം പീക്ക് വരെ ചെല്ലത്തില്ലായിരുന്നു. പിന്നെ ഷിപ്പ്യാർഡിൽ നിന്ന് ലൂട്ടിയിട്ട് പതുക്കെ പീക്ക് പിടിക്കാമെന്ന് കരുതിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ സോൺ പീക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഷിപ്പ്യാർഡിൽ ലൂട്ട് സെറ്റാക്കി ഓടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പണ്ട് ഒരു എളിമീനെ സ്പോട്ട് ചെയ്ത് അവരുടെ അറിയാൻ നെയ്ഡുള്ളത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നെയ്ഡില്ല. നമ്മൾ ആ വുഡ്പക്കർ MP40 സെറ്റ് ലൂട്ടാണ്, അല്ല സെറ്റ് കോംബോ ആണ്. അപ്പോൾ ഞാൻ നോക്കി അവിടെ നിന്ന് ഒരു ഫയറിങ് കേസ്. അപ്പോൾ നോക്കിയില്ല നമ്മുടെ വുഡ്പക്കർ എടുത്തിട്ട് നല്ല ഡാമേജ് കൊടുത്തു. ഇതിൻ്റെ മണ്ട എനിമി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. മണ്ട കയറണോ റഷ് ചെയ്യണോ. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമാണ് അവർ ഓടി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ കേസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ ചാടിയപ്പോൾ ഇവിടെ ഒരു ലൂട്ട് ബോക്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കേസ് ഇതിൻ്റെ മണ്ടലുണ്ടായിരുന്നവനെ ആ ലോങ്ങിൽ നിന്നവൻ കൊന്നു. അപ്പോഴത്തേക്കും ഞാനൊന്നും നോക്കില്ല, ധൈര്യമായിട്ട് നേരെ ഈ വീടിൻ്റെ മണ്ടലോട്ട് വെച്ച് പിടിച്ചു. വീടിൻ്റെ മണ്ടയിൽ കയറി ലൂട്ടിയിട്ട് ഇറങ്ങി വരുന്നത് ഇവിടെ ഒരു എനിമി സ്പോട്ട് ചെയ്തു. നമ്മൾ നേരെ MP40 എടുത്ത് നല്ല ഡാമേജ് കൊടുത്തു. എല്ലാം പ്ലെയർ ആർമി എന്ന് പറയുന്നത് ഏതോ ഗില്ലിലാണ്. നമ്മൾ MP40 കൊണ്ട് നല്ല ഡാമേജ് കൊടുത്തിട്ട് ഈ പ്ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കില്ല് നമ്മുടെ ടീം കുമ്മം കൊണ്ടുപോകാൻ നോക്കി. അപ്പോൾ പൊങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത ഡാമേജ് കൊടുത്ത കില്ലായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹെൽമിനെ ആ കില്ല് വിട്ടുകൊടുത്തില്ല. കുറച്ച് ഡാമേജ് കൊടുത്താന്ന് പറഞ്ഞാൽ അവന് നല്ല കലിപ്പുണ്ടായിരുന്നു. അതേ പാനിട്ടടിക്കുന്നുണ്ട്, പിന്നെ ഇനി റിവ്യൂ ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കേസ് നമ്മൾ അവിടെ നേരെ വിമസ്തി സിറ്റി വന്നപ്പോഴത്തേക്കും ദേശ് ഒരു എനിമി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. നമ്മൾ അവനിട്ട് കൊടുത്തപ്പോഴത്തേക്കും മറ്റൊരുക്കാണ് വന്നത്. അപ്പോൾ നമുക്കിട്ട് വണ്ടി അടിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂവാളിട്ട് കവർ എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ടീം അവൻ്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചു. അപ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ MP40 കൊണ്ട് ലോങ്ങി നല്ല ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമിന് വട്ടത്തിൽ അടി കിട്ടി. നമ്മൾ നേരെ MP40 കൊണ്ട് റഷ് ചെയ്ത് ആ എനിമീനെ നൈസായിട്ട് കുത്തിപ്പിടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവൻ പുറകിൽ നിന്ന് അടി വരുന്നതിൽ പുറയിലടിയില്ല ഗ്ലൂവാളിട്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീം അവിടെ നോക്കായി ഓടി പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ആ കില്ല് ഫിനിഷ് ചെയ്ത് ഏതായാലും കുമ്മം പോകായിരിക്കും എനിക്ക്. അതിൽ നമ്മൾ ഓടി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ടീമിനെ അവൻ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു ഗ്ലൂവാൾ ഇട്ടു, എങ്ങനെയാലും നമ്മുടെ ടീമിനെ പൊക്കണം. അതായിരുന്നു ഈ നമ്മുടെ അടുത്ത ലക്ഷ്യം. നമ്മൾ നേരെ ഓടി വെച്ച് പിടിച്ച് നമ്മുടെ ഡിവിഷൻ്റെ അവിടെ. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ എനിമി നിൽപ്പുണ്ട്. അവൻ എനിക്കെട്ട് അടിച്ചു, അത്യാവശ്യം ഡാമേജ് തന്നു. ആണ്ടതിക്ക് തീർക്കാണ്ടാണ് ആ ക്രാഫ്റ്റ് കുറ്റം മറ്റേ എൻ്റെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ നേരെ വരുന്നത് വുഡ്പക്കർ കൊണ്ട് നല്ല ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്കും അവൻ വലിയെന്ന് കരുതിയാണ് ഞാൻ ഡാമേജ് കൊടുത്തത്. അവൻ എന്നിട്ടും വിട്ടു തരാതെ വലിയാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൻ ആ വണ്ടിയുടെ പുറകെ കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ലോഞ്ചർ എടുത്ത് വണ്ടി ലൈസായിട്ടൊക്കെ പൊട്ടിച്ച് 1 2 3 കേസ്. അപ്പം 3 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ മറ്റേ ഗ്ലൂവാളിനകത്തോടെ അവൻ്റെ M2B8 എങ്ങാണ്ടായിരുന്നു. ഞാൻ അറിയാതെ കവർ എടുത്തപ്പോഴത്തേക്കും വാതിലടഞ്ഞു പോയി. അതിന് ശേഷം ഞാൻ നേരെ റഷ് ചെയ്ത് അകത്തോട്ട് ഓടി. അവൻ അവിടെയും വരാതിരിക്കാൻ അവിടെ കവർ എടുത്തപ്പോൾ അവിടെ എൻ്റെ വഴി തന്നെ അടഞ്ഞു പോയത്. എന്നിട്ട് കേസ് നമ്മൾ നൈസായിട്ട് നമ്മുടെ ടീമിനെ പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കേസ് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഫൈറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് എങ്ങനെയാലും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അമ്മമാരെ അതായത് മുമ്പ് ഫൈറ്റ് എടുത്ത് അവൻ മണ്ടയൊക്കെ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് നല്ലോണം എന്നെ വട്ടത്തിൽ വളർന്നുണ്ട്. ഇവിടെ വണ്ടിയും ഇല്ല. ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീം പോയി തപ്പി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ തന്നെ നല്ല ഡാമേജ് കൊടുത്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോഞ്ചറിൻ്റെ ബുള്ളറ്റ് തീർന്നു. മറ്റേ ഐറിസിൽ അടിച്ചിട്ടാണെങ്കിൽ കൊള്ളുന്നുമില്ല. പക്ഷേ നമ്മൾ നേരെ ഓടിപ്പോയി നമ്മുടെ ടീമിനെ അങ്ങ് റിലീവ് ചെയ്തിട്ട് നമുക്കങ്ങ് ഡെത്ത് ആവാൻ കഴിയുക. അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് സോണിന് നല്ല ഡാമേജ് ഉണ്ട്. കറങ്ങി സോണ് കയറാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിപ്പോയി നമ്മുടെ ടീമിനെയും ബുക്ക് ചെയ്ത് സൂപ്പർ ബെഡും മേടിച്ച് സൂപ്പർ ബെഡ് ഇരിക്കട്ടെ അഥവാ എങ്ങനെയുണ്ട് രക്ഷപ്പെട്ടാലോ എന്നൊരു സൂപ്പർ ബെഡ് മേടിച്ച് നേരെ ഓടിക്കൊടുത്തു. അപ്പോൾ അല്ലാതെ വേറെ മാർഗ്ഗമില്ല.
നമ്മൾ കയറി ചെല്ലുന്നവരെ നമ്മുടെ എനിമി അവിടെ സ്പോട്ട് ചെയ്തു. അവനെ സ്പൈഡർ ഇട്ട് ചെയ്തു. അതാ എനിക്ക് പറ്റിയത്. അവനെ സ്പൈഡർ ഇട്ട് പെട്ടെന്ന് റഷ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മുടെ ടീമിനെ തെറ്റിയിരിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ പൊക്കും കരുതിയിരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിൽ നമ്മളറിഞ്ഞു ഇവൻ നൈസായിട്ട് മാച്ചിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് ഇവന് നെറ്റില്ലാത്തതുകൊണ്ട് ഈ കളി നമുക്ക് ബുയ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ കേസ് ഇതുപോലത്തെ കിടിലം മാച്ചസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കേസ് ഇതുപോലത്തെ ഒരു കിടിലം വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ. Hanging in the balance, not the life I want.